നമ്മുടെ ശരികളെ മാത്രം നോക്കി ചേർത്ത് നിർത്തുന്നവരെ അല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നമ്മൾ കൂടെ ചേർത്ത് നിർത്തേണ്ടത്. അവരെ ആയിരിക്കുമെന്നേ ദൈവം നമ്മുടെ വഴികാട്ടിയും തണലും വെളിച്ചവുമാകാൻ നിയോഗിച്ചിരിക്കുന്നത്. എന്നും കൂടെയുണ്ടാകും എന്ന് വാക്ക് നൽകി ഒരു ഫോൺ വിളി കൊണ്ടുപോലും നമ്മെ തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്ക് നൽകാതെ ഒരു നിബന്ധനയും വെക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ഒപ്പം കൂട്ടേണ്ടത്. സകല സൗഭാഗ്യങ്ങളും ഉള്ളവനോടുകൂടെ അവനോടൊത്ത് സന്തോഷിക്കുമ്പോഴല്ല, ഒന്നും ഇല്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഒരു ദിവസം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി എല്ലാവരും നമ്മെ വിട്ടുപോകും. പിന്നെയും നമ്മൾ ജീവിച്ചേ മതിയാകൂ. പക്ഷേ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും ഇന്നലെ വരെ നമ്മളെ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞവർ ഇന്ന് നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞ് നടിച്ചാലും, നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരുവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ളവന്റെ പേരാണ് നസ്രായനായ യേശുക്രിസ്തു. ചങ്കാണെന്ന് പറഞ്ഞ് നടന്ന പത്രോസ് കേവലം ഒരു വീട്ടുവേലക്കാരുടെ മുമ്പിൽ, അവളുടെ ചോദ്യത്തിന് മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞു. ഒരേ പാത്രത്തിലുണ്ടും അവിടുത്തെ മാറിലെ ചൂടേറ്റ് നടന്നവനും കേവലം 30 വെള്ളിക്കാശിന് അവനെ ഒറ്റുകൊടുത്തില്ലേ? ഞങ്ങളും നിന്റെ കൂടെ വന്ന് മരിക്കാൻ റെഡിയെന്ന് പറഞ്ഞ് നടന്നവരിൽ ഒരുവനല്ലാതെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അവന്റെ കുരിശിൻ ചുവട്ടിൽ. പെറ്റമ്മയുടെ മുമ്പില് ഒരു 33 വയസ്സുകാരൻ പൂർണ്ണ നഗ്നനായി കുരിശിൽ കിടക്കുമ്പോൾ അവിടുത്തെ നഗ്നത ലോകം കാണാതിരിക്കാൻ, ഒരു മറ പിടിക്കാൻ അന്നുവരെ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരാരും ഇല്ലായിരുന്നു. അവിടുന്ന് അനുഭവിക്കാത്ത നിന്ദനവും അവിടുന്ന് അനുഭവിക്കാത്ത ഒരു വേദനയും ഇല്ലെന്നേ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല. യെശയ്യാ 49:15. യേശു വീണ്ടും പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഒറ്റുകൊടുത്താലും തള്ളിപ്പറഞ്ഞാലും മുറിവേൽപ്പിച്ചാലും ചങ്കോട് ചേർത്ത് നിർത്തുവാൻ യേശു കൂടെയുണ്ടെന്നേ. ഒന്നു മാത്രം ചെയ്താൽ മതി, നമ്മളെ പൂർണ്ണമായി യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുക. അവിടുന്ന് നമ്മുടെ ചങ്കായി കൂടെ നിൽക്കും. അവിടുത്തെ സ്നേഹം നിങ്ങളുടെ സകല മുറിവുകളെയും ഉണക്കും. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ജീവിതം ആരംഭിക്കുന്നത്. എല്ലാ വെളിച്ചവും അണഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി കത്തുന്ന ഒരു തിരുനാളം എവിടെയെങ്കിലും ഉണ്ടാകും. ആ തിരുനാളമാണ് യേശുക്രിസ്തു. ആ വെളിച്ചത്തിൽ നടക്കുന്നവൻ തട്ടി വീഴത്തില്ല. ആ വെളിച്ചം ഒരു വലിയ സമാധാനമാണെന്നേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട,
നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യേശുവാകുന്ന വെളിച്ചത്തിലൂടെ യേശുവിൻ്റെ സമാധാനത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഒരു ഭയവും കൂടാതെ ഏറ്റവും സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവനെന്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവഴിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ആശ്വാസധാര